അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോ. അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. രണ്ടാമത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ആദ്യത്തെ ഈ വീഡിയോയിൽ അയൽക്കൂട്ട തല തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ നടത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വിവരിക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ അയൽക്കൂട്ട തല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യവുമാണ് വിവരിക്കുന്നത്. കുടുംബശ്രീ സ്കൂളിലേക്ക് സ്വാഗതം. എന്റെ പേര് ഹേമ. കുടുംബശ്രീയിലെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ സ്കൂൾ. നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിവിധ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 വർഷത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് സമയമാണല്ലോ. അയൽക്കൂട്ട തല തിരഞ്ഞെടുപ്പ് 2026 ജനുവരി 30-നും ഫെബ്രുവരി 3-നും ഇടയിൽ അയൽക്കൂട്ടത്തിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2026 കുടുംബശ്രീ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. 2024 മാർച്ചിനുള്ളിൽ രൂപീകരിച്ച അയൽക്കൂട്ടങ്ങളാണെങ്കിൽ 2023-2024 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് പൂർത്തീകരിച്ച് 2025 ഡിസംബർ 30-നകം അഫിലിയേഷൻ പുതുക്കിയിട്ടുള്ളതായിരിക്കണം. എന്നാൽ 2024 ഏപ്രിലിന് ശേഷം 2025 ഒക്ടോബർ 16 വരെ രൂപീകരിച്ച അയൽക്കൂട്ടങ്ങൾ അഫിലിയേഷൻ പൂർത്തിയാക്കിയാൽ മാത്രം മതിയാകും. കൂടാതെ ഈ അയൽക്കൂട്ടങ്ങൾക്ക് ഓഡിറ്റ് നിർബന്ധം ഇല്ല. ഈ പറഞ്ഞ പ്രകാരമുള്ള അയൽക്കൂട്ടങ്ങൾക്ക് മാത്രമാണ് 2026 ജനുവരിയിലെ തെരഞ്ഞെടുപ്പിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അയൽക്കൂട്ടങ്ങളിൽ 2025 ഒക്ടോബർ 16 വരെ അംഗത്വം എടുത്ത മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങൾക്കും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. മറ്റൊരു അയൽക്കൂട്ടത്തിൽ നിന്ന് മാറി വന്നിട്ടുള്ള അംഗമായാൽ കൂടി ഈ കാര്യം ബാധകമാണ്. കേട്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് 2025 ഒക്ടോബർ 16 എന്ന തീയതി എന്ന് പറഞ്ഞത് എന്നറിയുന്നവർ കമന്റ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ നൽകണം. ഈ കാര്യം ആർക്കൊക്കെ അറിയാമെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. കുടുംബശ്രീ CDS വരണാധികാരി അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ എന്ന് കേട്ടിട്ടുണ്ടോ? കുടുംബശ്രീ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CDS തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ ജില്ലാ കളക്ടർ തീരുമാനിച്ചു നൽകും. കേട്ടോ, ആ വ്യക്തിയുടെ പേരാണ് കുടുംബശ്രീ CDS വരണാധികാരി. ഈ വരണാധികാരിയാണ് CDS തലത്തിലെ തെരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നത്. ഈ വരണാധികാരി 2026 ജനുവരി 15-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ യോഗ്യരായ അയൽക്കൂട്ടങ്ങളുടെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അയൽക്കൂട്ടം ഈ കരട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുമല്ലോ, അല്ലേ? CDS തല കുടുംബശ്രീ ത്രിതല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CDS തല വരണാധികാരിയെ സഹായിക്കാൻ ADS വരണാധികാരി അഥവാ റിട്ടേണിംഗ് ഓഫീസർ കൂടെ ഉണ്ടാകും. മനസ്സിലായല്ലോ. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ട തല തെരഞ്ഞെടുപ്പിന് മുൻപായി അയൽക്കൂട്ട തലത്തിൽ നടത്തേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായി ചെയ്യേണ്ടത് 2026 ജനുവരി 15-ന് CDS വരണാധികാരി പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അയൽക്കൂട്ട യോഗം കൂടി താൽക്കാലിക അധ്യക്ഷയെ തിരഞ്ഞെടുക്കുക എന്നാണ്. കൂടാതെ ഓരോ അയൽക്കൂട്ടത്തിന്റെയും തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുന്ന സ്ഥലം, തീയതി, സമയം എന്നിവ ഈ അയൽക്കൂട്ട യോഗത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ അയൽക്കൂട്ട യോഗ മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന താൽക്കാലിക അയൽക്കൂട്ട അധ്യക്ഷയ്ക്ക് അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് നടത്തേണ്ട രീതിയെ കുറിച്ചുള്ള പരിശീലനം കുടുംബശ്രീ നൽകും. മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ പരിശീലനത്തിൽ വളരെ കൃത്യമായി പങ്കെടുക്കുന്നതിന് അയൽക്കൂട്ട അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പ് അയൽക്കൂട്ട അധ്യക്ഷയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപന പ്രകാരം കുടുംബശ്രീ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് യോഗത്തിന് വേണ്ടി മാത്രം അധ്യക്ഷയായും അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന്
അവർ തന്നെ തെരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് അധ്യക്ഷൻ. ഇവരാണ് അയൽക്കൂട്ടത്തിലെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന താൽക്കാലിക അധ്യക്ഷയുടെ വിവരങ്ങൾ ADS റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകേണ്ടതാണ്. ഈ പ്രവർത്തനം 2026 ജനുവരി 17 ജനുവരി 20 ഇടയിലായി പൂർത്തീകരിക്കണം. ഫോം 2 പ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. ഫോം 2 നമുക്കൊന്ന് പരിശോധിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന താൽക്കാലിക അയൽക്കൂട്ട അധ്യക്ഷ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. കിട്ടുന്ന അറിയിപ്പുകൾ മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങൾക്കും ലഭിക്കുന്നു എന്നും താൽക്കാലിക അധ്യക്ഷ ഉറപ്പാക്കണം. അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന അയൽക്കൂട്ട പൊതുയോഗ തീയതിയും സമയവും തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള 2 അയൽക്കൂട്ട യോഗത്തിൽ അയൽക്കൂട്ട അംഗങ്ങളെ ആവർത്തിച്ച് അറിയിക്കണം. പിന്നെ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയട്ടെ. ഒരു അയൽക്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് 5 പേരാണ്. ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അയൽക്കൂട്ട പ്രസിഡന്റ് ആണ്. അയൽക്കൂട്ട പ്രസിഡന്റ് തന്നെയാണ് തൊഴിലുറപ്പ്, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ ഉപസമിതി കൺവീനർ. രണ്ടാമത് തിരഞ്ഞെടുക്കേണ്ടത് അയൽക്കൂട്ട സെക്രട്ടറിയാണ്. അയൽക്കൂട്ട സെക്രട്ടറിയാണ് മൈക്രോ ഫിനാൻസ് ഉപസമിതി കൺവീനർ. മൂന്നാമത് ഉപജീവന വികസന ഉപസമിതി കൺവീനർ ആണ്. നാലാമത് സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. അഞ്ചാമത് അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ എന്നിങ്ങനെയാണ്. അപ്പോൾ ഒരു അയൽക്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമതായി ചെയ്യേണ്ടത് അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിൽ സാമൂഹ്യ ഉൾച്ചേർക്കൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ചില നിബന്ധനകൾ കൂടെ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കേണ്ടതാണ്. അവയിൽ ഒന്ന് SC/ST പ്രാതിനിധ്യവും BPL പ്രാതിനിധ്യവുമാണ്. അയൽക്കൂട്ടതല തിരഞ്ഞെടുപ്പിൽ ഈ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതാണ്. അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ ശതമാനം അനുസരിച്ച് അയൽക്കൂട്ട ഭരണസമിതി അംഗമായി അയൽക്കൂട്ടത്തിൽ ഉറപ്പാക്കേണ്ട SC/ST BPL പ്രാതിനിധ്യം നമുക്ക് പരിശോധിക്കാം. 26% താഴെ അയൽക്കൂട്ട അംഗങ്ങൾ SC/ST BPL ആണെങ്കിൽ ഒരംഗം. 26% മുതൽ 50% വരെ അയൽക്കൂട്ട അംഗങ്ങൾ SC/ST BPL ആണെങ്കിൽ 2 അംഗം. 51% മുതൽ 75% വരെ അയൽക്കൂട്ട അംഗങ്ങൾ SC/ST BPL ആണെങ്കിൽ 3 അംഗം. 75% അതിനു മുകളിലാണ് അയൽക്കൂട്ടത്തിൽ അംഗങ്ങൾ SC/ST BPL എങ്കിൽ 4 അംഗം. അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിൽ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ തരത്തിന്റെ എണ്ണം അനുസരിച്ച് SC/ST പ്രാതിനിധ്യവും BPL പ്രാതിനിധ്യവും ഉറപ്പാക്കണം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ വിവരങ്ങളുടെ മാതൃകയായി നമുക്ക് SC/ST BPL എന്നിങ്ങനെ തരം തിരിച്ചെഴുതാം. മാതൃകാ വിവരങ്ങൾ ഇപ്രകാരം: തിരഞ്ഞെടുപ്പിന് യോഗ്യരായിട്ടുള്ള ആകെ അയൽക്കൂട്ട അംഗങ്ങൾ 15. SC/ST BPL എന്നത് 6, 3, 10 എന്ന ക്രമത്തിൽ. ഇനി അയൽക്കൂട്ടത്തിലെ SC/ST BPL പ്രാതിനിധ്യം എങ്ങനെയെന്ന് നമുക്ക് കണക്കുകൂട്ടി നോക്കാം. ചെറിയൊരു കണക്കുകൂട്ടൽ ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കേട്ടല്ലോ. ഇതിനായി ആദ്യം ഓരോ വിഭാഗത്തിന്റെയും ശതമാനം കാണേണ്ടതുണ്ട്. ശതമാനം കണ്ടുപിടിക്കുന്ന ഫോർമുല ഇപ്രകാരമാണ്: അയൽക്കൂട്ടത്തിലെ SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ BPL അംഗങ്ങളുടെ എണ്ണം ഹരിക്കണം തിരഞ്ഞെടുപ്പിന് യോഗ്യരായിട്ടുള്ള ആകെ അയൽക്കൂട്ട അംഗങ്ങൾ ഇൻറ്റു 100 എന്നാണ്. ഇനി ഈ ഫോർമുല പ്രകാരം നമുക്ക് SC അയൽക്കൂട്ട അംഗങ്ങളുടെ ശതമാനം കണക്കുകൂട്ടി നോക്കിയാലോ. ആദ്യം നമുക്ക് മുകളിലെ ഉദാഹരണം വെച്ചിട്ട് SC അയൽക്കൂട്ട പ്രാതിനിധ്യം നോക്കാം. അയൽക്കൂട്ട മാതൃകാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയൽക്കൂട്ടത്തിലെ
SC അംഗങ്ങളുടെ എണ്ണം 6 ആണ്. തെരഞ്ഞെടുപ്പിന് യോഗ്യരായിട്ടുള്ള ആകെ അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 15. കണക്കുകൂട്ടൽ പ്രകാരം SC അംഗങ്ങളുടെ പ്രാതിനിധ്യം നമുക്ക് നോക്കാം. ഒരു കാൽക്കുലേറ്റർ സഹായത്തോടെ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 6 ഹരിക്കണം 15 ഇൻറ്റു 100 സമം 40. 40% ഇവിടെ നമുക്ക് കിട്ടുന്നത്. SC അയൽക്കൂട്ട അംഗങ്ങളുടെ 40% എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഈ ശതമാനം പ്രാതിനിധ്യത്തിന്റെ പട്ടിക പ്രകാരം എത്രയെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ 2 പേരാണ്. ഇനി നമുക്ക് ST അയൽക്കൂട്ട പ്രാതിനിധ്യം നോക്കാം. മാതൃക അയൽക്കൂട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയൽക്കൂട്ടത്തിലെ ST അംഗങ്ങളുടെ എണ്ണം 3 ആണ്. തിരഞ്ഞെടുപ്പിന് യോഗ്യരായിട്ടുള്ള ആകെ അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 15. കണക്കുകൂട്ടൽ പ്രകാരം ST അംഗങ്ങളുടെ പ്രാതിനിധ്യം നമുക്ക് നോക്കാം. ഒരു കാൽക്കുലേറ്റർ സഹായത്തോടെ ഇതും നമുക്ക് കണ്ടുപിടിക്കാം. 3 ഹരിക്കണം 15 ഇൻറ്റു 100 സമം 20. അപ്പോൾ 20% ഇവിടെ നമുക്ക് കിട്ടിയത്. ST അയൽക്കൂട്ട അംഗങ്ങളുടെ 20% എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഈ ശതമാനം പ്രാതിനിധ്യത്തിന്റെ പട്ടിക പ്രകാരം എത്രയെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ 1 എന്നാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് BPL അയൽക്കൂട്ട പ്രാതിനിധ്യം നോക്കാം. മാതൃകാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയൽക്കൂട്ടത്തിലെ BPL അംഗങ്ങളുടെ എണ്ണം 10 ആണ്. തിരഞ്ഞെടുപ്പിന് യോഗ്യരായിട്ടുള്ള ആകെ അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 15. കണക്കുകൂട്ടൽ പ്രകാരം BPL അംഗങ്ങളുടെ പ്രാതിനിധ്യം നമുക്ക് നോക്കാം. ഒരു കാൽക്കുലേറ്റർ സഹായത്തോടെ ഇതും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 10 ഹരിക്കണം 15 ഇൻറ്റു 100 സമം 66.66. അപ്പോൾ 66.66% ഇവിടെ നമുക്ക് ലഭിച്ചത്. BPL അയൽക്കൂട്ട അംഗങ്ങളുടെ 66.66% എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി ഈ ശതമാനം പ്രാതിനിധ്യത്തിന്റെ പട്ടിക പ്രകാരം എത്രയാണ് എന്ന് പരിശോധിക്കുമ്പോൾ 3 പേരാണ് എന്ന് നമുക്ക് ലഭിച്ചല്ലോ. അപ്പോൾ കണക്കുകൂട്ടൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദാഹരണമായി നൽകിയ അയൽക്കൂട്ടത്തിന്റെ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേരിൽ നിർബന്ധമായും 2 SC അംഗങ്ങളും 1 ST അംഗവും ഉണ്ടായിരിക്കണം. അതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേരിൽ 3 പേരും നിർബന്ധമായും BPL കുടുംബാംഗമായിരിക്കണം. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും അയൽക്കൂട്ടത്തിന്റെ SC, ST, BPL പ്രാതിനിധ്യം നമുക്ക് ഇതുപോലെ കണക്കുകൂട്ടി നോക്കിയാലോ? അപ്പോൾ ഇതുപോലെ കണക്കുകൂട്ടി നോക്കുക. നിങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ SC, ST, BPL പ്രാതിനിധ്യം എത്ര പേര് വീതമാണെന്ന് കമന്റ് ആയിട്ട് നൽകുമല്ലോ. മൂന്നാമതായി ചെയ്യേണ്ടത് അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ തലേ ദിവസം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പൊതുയോഗത്തിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ക്രമത്തിൽ ചാർട്ട് പേപ്പറിലോ ബോർഡിലോ രേഖപ്പെടുത്തുകയും അതുകൂടാതെ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി ഓരോരുത്തർക്കും ലഭിച്ച വോട്ടിന്റെ എണ്ണം സ്ഥാനാർത്ഥികളുടെ പേരിനു നേരെ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമായ ചാർട്ട് പേപ്പർ, പേന അല്ലെങ്കിൽ ഒരു ബോർഡ്, അതിൽ എഴുതുന്നതിനുള്ള പേന കരുതിയിരിക്കണം. കേട്ടല്ലോ? അപ്പോൾ ശരി, അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അയൽക്കൂട്ട തിരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് വളരെ ലളിതമായി ആ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതാ നൽകുന്നു. ശരിയായ ഉത്തരം, ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ആയിട്ട് നൽകാം. ശരിയായ ഉത്തരം നൽകുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് സമ്മാനവുമുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, CDS തലത്തിൽ കുടുംബശ്രീ ത്രിതല തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇനി രണ്ടാമത്തെ ചോദ്യം, അയൽക്കൂട്ട തലത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ട തല തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കുന്നതിനായി അയൽക്കൂട്ടം തിരഞ്ഞെടുക്കുന്ന അയൽക്കൂട്ട അംഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ശരിയായ ഉത്തരം വീഡിയോയിൽ കമന്റ് ആയിട്ട് നൽകുക. ഇനി അടുത്ത കുടുംബശ്രീ സ്കൂളിൽ ഏത് വിഷയത്തെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്ന് കൂടെ കമന്റ് ആയിട്ട് നൽകാം. ഞങ്ങൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നൽകാം. കൂടാതെ ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കുടുംബശ്രീ ഇലക്ഷൻ വീഡിയോ എത്ര പേർക്ക് പ്രയോജനം ലഭിച്ചുവെന്ന് കമന്റ് ആയിട്ട് നൽകുമല്ലോ, അല്ലേ? അപ്പോൾ ഈ 2026 കുടുംബശ്രീ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.